പിതാവിൻ്റെയും പുത്രൻ്റെയും രക്ഷിതാക്കളുടെയും നാമത്തിലാണ് വിശുദ്ധ ബുഹറാന തിരുനാൾ ആചരിക്കുന്നു. ബുഹറാന എന്ന് പറഞ്ഞാൽ ഓർമ്മ ദിനമാണ്. നമ്മൾ ആരെയാണ് ഓർമ്മിക്കുന്നത്? വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായ, യേശുവിന്റെ 12 സ്ലീഹന്മാരിൽ ഒരാളായ ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഭാരതത്തിൽ AD 52 കൊടുങ്ങല്ലൂരിൽ വന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. AD 72 ചിന്നമലയിൽ വെച്ച് ഒരു വിരോധിയുടെ കുന്തകൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിയായി തീർന്നു. എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളാണ്. അങ്ങനെ തോമസ് ശ്ലീഹ രക്തം ചിന്തി രൂപം കൊടുത്ത സഭയാണ് ഭാരതത്തിലെ ഇത് മാത്രമല്ല, ഇന്ന് ലോകമെന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സുറിയാനി ക്രൈസ്തവർ. സിറോ മലബാർ സഭ എന്നാണ് നമ്മുടെ ഔദ്യോഗിക പേര് ലഭിച്ചിരിക്കുന്നത്. സിറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുറിയാനി, ചിലര് സീറോ എന്ന് പറയാറുണ്ട്. സിറോ എന്ന് പറഞ്ഞാൽ സുറിയാനി. മലബാർ എന്ന് പറഞ്ഞാൽ ഈ മലബാർ തീരപ്രദേശം, മലബാർ കേരളത്തെ മറ്റും ഈ തീരപ്രദേശ സ്ഥലത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിറോ മലബാർ. ഇന്ന് കടമുള്ള ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസത്തിന്റെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസം പുരാതന കാലം മുതലേ വിശ്വാസികള് വളരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കപ്പെടേണ്ട ഒരു ദിവസമായിട്ട് കണക്കാക്കിയിരുന്നു. കാരണം രക്തം ചിന്തിയ വിശുദ്ധനെ അനുസ്മരിക്കുന്ന പുണ്യദിനമാണ് ജൂലൈ 3. തോമസ് ശ്ലീഹായുടെ വിശ്വാസ സഖ്യം. അവനെ 11-16 പറയുന്നുണ്ട്. ലാസർ മരിച്ചിറങ്ങാം, ഈശോയ്ക്ക് അറിവ് കിട്ടി. ഇവിടെ പോകുന്ന കാര്യമൊക്കെ യേശു പറഞ്ഞു തിരിച്ച് ലാസറിന്റെ ഭവനത്തിലേക്ക് പോകുന്ന കാര്യം കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. എന്നാല് എല്ലാവർക്കും ഭയമായിരുന്നു. കാരണം യഹൂദരുടെ തീവ്രവാദികളുടെ യേശുവിനെ കൊല്ലാൻ വേണ്ടി കെടിയൊരുക്കുന്ന സമയമാണ്. അപ്പൊ അതവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആരും മിണ്ടാതിരുന്നത്. അപ്പോൾ തോമസ് ശ്ലീഹ പറയുന്നുണ്ട്, ലെറ്റ് us go and die with you. നമുക്ക് അവരോട് കൂടി പോയി മരിക്കാം. ഇത് പല വിധത്തിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ പിതാവായ തോമസ് ശ്ലീഹായ്ക്ക് നിറഞ്ഞ വിശ്വാസ തീഷ്ണതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനോട് കൂടി പോയി മരിക്കാം എന്ന് തോമസ് ശ്ലീഹ പറഞ്ഞത്. ആ പറഞ്ഞ വാക്യം പൂർത്തീകരിക്കപ്പെടുകയാണ് പിന്നീട് AD 72 ജൂലൈ 3 ചിന്നമലയിൽ വെച്ച് അദ്ദേഹം കുന്തകൊണ്ടുള്ള കുത്തേറ്റ് രക്തം ചിന്തി മരിക്കപ്പെട്ടത്. ജോൺ 20:28 സുവിശേഷത്തില് ശിശുമാരെല്ലാവരും യേശുവിന്റെ മരണത്തിന് ശേഷം യേശുവിന്റെ അവർ പ്രാർത്ഥനാനിരതരായിട്ട് കഴിയുകയാണ്. അങ്ങനെ പ്രാർത്ഥനാനിരതരായിട്ട് സിറിയന്മാരുടെ കാത്തിരുന്ന രംഗം. അപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടു. അടച്ചിരുന്ന മുറിയിൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ആഗതനായത്. തോമസ് ശ്ലീഹ ആ അവസരത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിന്റെ ദർശനമുണ്ടായി. അപ്പോൾ തോമസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ നേരിൽ കാണാതെ കുന്തം കൊണ്ട് കുത്തിമുറിവേറ്റ യേശുവിന്റെ തിരുവിലാൽ കൈവയ്ക്കാതെ, ആണിപ്പഴിലുള്ള യേശുവിന്റെ കൈകൾ കാണാതെ, നേരിട്ട് കാണാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. പിന്നീട് യേശു പ്രത്യക്ഷപ്പെട്ട അവസരത്തില് തോമസ് ശ്ലീഹയെ വിളിക്കുക, താമായി വിളിച്ചു, താമായി വരാൻ പറഞ്ഞു. അപ്പോൾ താമായി യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ
യേശുവിന്റെ ആണിപ്പിലുള്ള കൈകൾ കാട്ടി നീങ്ങി നോക്കാൻ നോക്കി. എന്റെ തിരുവിലാവിൽ കൈകൾ വയ്ക്കുക. കൈകൾ വെച്ചു. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യമുള്ള. ആ അവസരത്തില് തോമാസ് ശ്ലീഹ പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അതൊരു വലിയ വിശ്വാസത്യം, യേശുവിന്റെ ദൈവികതയെ സൂചിപ്പിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കർത്താവ് എന്ന വചനത്തിൽ പറയുന്നത് കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനുള്ള സവിശേഷമായ നാമധേയമാണ് കർത്താവ്, കീരിയോസ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി യേശുവിന്റെ ദൈവികതയിലുള്ള വിശ്വാസം, ദൈവത്തിനായ യേശുവിനുള്ള വിശ്വാസം തോമാസ് ശ്ലീഹ ഉറപ്പിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഐസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 63:9 അവന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു എന്ന് പറയുന്നത്. അവന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു എന്ന് യേശുവിനെ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് കൊടുങ്ങല്ലൂരിന്റെ പഴയ നാമധേയം മുസൂരിസാണ്. പണ്ട് തുറമുഖ പട്ടണമായിരുന്നു. ഈ അപ്പസ്തോലന്മാരെല്ലാം ആദ്യം പോയത് സ്വന്തം വംശത്തിൽപ്പെട്ട യഹൂദരുടെ അടുത്തേക്കാണ്. അന്ന് കച്ചവടക്കാരായിട്ട് യഹൂദന്മാർ കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നു എന്നാണ് പാരമ്പര്യം പറയുക, എന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുക. തുറമുഖ പട്ടണമായ കൊടുങ്ങല്ലൂരില് മുസൂരിസിൽ നിന്ന് അറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിൽ യഹൂദന്മാർ കച്ചവടാവശ്യത്തിനു വേണ്ടി റോമിലും അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും മറ്റ് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ വ്യാപാരികളായിരുന്ന യഹൂദന്മാർ തമ്പടിച്ചിരുന്നതുപോലെ വിദേശ യൂറോപ്പുമായിട്ടും വിദേശ രാജ്യങ്ങളുമായിട്ട് കേരളത്തിന് കച്ചവട ബന്ധമുണ്ടായിരുന്നു അന്നത്തെ രാജാക്കന്മാർക്ക്. അങ്ങനെ തുറമുഖപട്ടണമായി കൊടുങ്ങല്ലൂരിൽ വന്നു എത്തി. അദ്ദേഹം പിന്നീട് പള്ളികൾ സ്ഥാപിച്ചതിനെ പറ്റി പറയുന്നു. ഇന്ന് കൊടുങ്ങല്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 1952 ഒരു ദേവാലയം, ഒരു ഷ്രൈൻ, സെന്റ് തോമസ് ഷ്രൈൻ എന്ന് പറയുന്ന ദേവാലയം ഉയർത്തിയത് സൂക്ഷിക്കുന്നത് CMA അച്ഛന്മാരാണ്. അത് കായലിന്റെ തീരത്താണ്. അവിടെ തോമാസ് ശ്ലീഹയുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയുണ്ടായി. ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് അറിയപ്പെടുകയാണ്. ഞാൻ അവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ വിശുദ്ധ ബലിയ ഈ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച 7 ദേവാലയങ്ങള് കൊടുങ്ങല്ലൂര്, പാലയൂര്, പോക്കമലം, വടക്കൻ പറവൂർ, അതിന് പറയുന്നത് കോട്ടക്കാവ്. ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ബസ്സുകളൊക്കെ പോകുന്നത് കോട്ടക്കാവ് പള്ളിയുടെ അടുത്തുകൂടിയാണ്. വഴിയോട് ചേർന്നാണ് ഈ പള്ളി. ഒരു പ്രാവശ്യം വണ്ടിക്കെതിരെ പോയപ്പോൾ, കാറിന് പോയപ്പോൾ ഡീക്കന്റെ കുർബാനയ്ക്ക് വന്നിട്ടുണ്ട്. അവിടെ നിർത്തി പള്ളിയിൽ ഇറങ്ങി. അപ്പോൾ 5:30 മണിയായുള്ളൂ. കുറച്ച് പേര് കൊന്തയിലിക്കൊണ്ട് കുറച്ച് പ്രായമുള്ള മനുഷ്യരുടെ പള്ളിയോട് 8-10 പേര് പള്ളിക്ക് വരുന്നത്. അപ്പോൾ കോട്ടക്കാവില് പ്രാർത്ഥിക്കുന്ന ചെറിയൊരു സമൂഹം അവിടെ ഉണ്ട്. അതിരാവിലെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന തീരപ്രദേശങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതിന് സാക്ഷ്യമാണ്. പോക്കമംഗലം എറണാകുളം രൂപതയിലാണ്. പാലിയിൽ തൃശ്ശൂർ രൂപതയിലാണ്. പാലിൻ്റെ ഒരു കുളമൊക്കെ ഉണ്ട്. കുളത്തിന്റെ അടുത്ത് കൊണ്ടിയതാണ് ഇവിടെ മാമോദിസ കൊടുക്കുന്നത്. തോമാസ് ശ്ലീഹ ആളുകളെ വിശ്വാസത്തിലേക്ക് സ്വീകരിച്ച കുളമാണ്, മാമോദിസ സ്ഥലമാണ് എന്നാണ് പറയപ്പെടുക, എന്നാണ് പാരമ്പര്യം. അതുകൊണ്ട് ഇപ്പോഴും ആ പാരമ്പര്യം നിലനിർത്തുന്നത്. പിന്നെ നിരണം, അത് യാക്കോബായ ദേവാലയമാണ്. ഇപ്പോഴും നിലയ്ക്കൽ ഇക്യുമെനിക്കൽ ദേവാലയമാണ്. ടിപ്പുവിന്റെ കാലത്ത് അവിടെയുള്ള വിശ്വാസികളെല്ലാം ഓടിപ്പോയതാണ്. എങ്ങനെയാണ് അവിടെ വനമായി തീർന്നു. പിന്നീട് ദേവാലയം ഉണ്ടായിരുന്ന നിലയ്ക്കലില് ചായൽ എന്നും പറയാറുണ്ട്. അവിടെ ഒരു ദേവാലയം കൊണ്ട് ഉയർത്താനായിട്ട് പ്രത്യേകമായിട്ട് തോമാസ് ശ്ലീഹയുടെ പൈതൃകം അവകാശപ്പെടുന്ന എല്ലാ സഭകളും ഒന്നിച്ചു ചേർന്നൊരു ദേവാലയങ്ങളുണ്ട്. ഇന്ന് അവിടെ വിവിധ മതങ്ങളുടെ ആരാധനയും ബലിയർപ്പണവും നടക്കുന്നുണ്ട്. കത്തോലിക്കരുടെ ഉണ്ട്, ഓർത്തഡോക്സുകാരുടെ ഉണ്ട്, യാക്കോബായക്കാരുടെ ഉണ്ട്, അതുപോലെ മലങ്കര കത്തോലിക്കരുടെ ഉണ്ട്, മാർത്തോമാക്കാരുണ്ട്. ഇങ്ങനെ
തോമാശ്ലീഹയുടെ പൈതൃകം ഏറ്റുപറയുന്ന വിശ്വാസികളുടെ എക്യുമെനിക്കൽ ദേവാലയമാണ്. പക്ഷെ ഉള്ളിലാണെങ്കിലും ഇവിടെ ദേവാലയം പണിയുന്നതിന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും എതിർപ്പുള്ളവരുടെ കൂടി അഭിപ്രായ സമന്വയം നടത്തിയിട്ടാണ് ഇവിടെ ദേവാലയം പണിയുയർത്തിയത്. കലഹങ്ങളുണ്ടാകാതെ സമാധാനത്തിൽ പണിത ദേവാലയമാണ് ഈ നിലയ്ക്കൽ ദേവാലയം. ഇവിടെ തോമാശ്ലീഹ സ്ഥാപിച്ച പള്ളി എന്ന നിലയിൽ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അവിടെ ദേവാലയം പണിതുയർത്തിയത്. ഈ തോമാശ്ലീഹയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് തോമാശ്ലീഹ കേരളത്തിലെ പ്രവർത്തനത്തിന് ശേഷം കിഴക്കൻ്റെ അടുത്തേക്ക് പോയി, ചെന്നൈയിലേക്ക് പോയതാണ് മദ്രാസ്. ആ ചെന്നൈ പട്ടണത്തില് അദ്ദേഹം പ്രവർത്തനം നടത്തി. അദ്ദേഹം കുറെ വിശ്വാസികളെയൊക്കെ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചു കാണും. ഏതായാലും അതിനുശേഷം അദ്ദേഹം ഒന്നും പ്രാർത്ഥനാനിരതനായിട്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സാക്ഷ്യത്തില് വിരോധികളായിട്ടുള്ള അവര് അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി അദ്ദേഹം പ്രാർത്ഥനാനിരതനായിരുന്നപ്പോൾ അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞാല് കുത്തേറ്റ സ്ഥലം അതിന്റെ ചിന്നമലയെന്ന് പറയും. പിന്നെ പെരിയ മല എന്ന് പറഞ്ഞൊരു വലിയ മലയുണ്ട്. അവിടെയാണ് സെന്റ് തോമസ് മഠയുടെ ദേവാലയമുള്ള. ആ ദേവാലയത്തിന് ഉള്ളിലാണ് മാർത്തോമാ കുരിശ്. പടിശാല വന്നപ്പോൾ തകർന്നടിഞ്ഞ ഒരു ദേവാലയമായിരുന്നു. അത് പുനരുദ്ധരിച്ച അവസരത്തിൽ അവിടെ നിന്ന് കിട്ടിയ കുരിശ് ഭിത്തിയിൽ വെച്ചുകൊണ്ട് പണിതുയർത്തിയ ഒരു 14 വർഷമുള്ള ഒരു ദേവാലയമാണ്. ഞങ്ങളുടെ പലപ്പോഴും കുർബാന ചൊല്ലിയിട്ടുള്ള ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അത് തോമാശ്ലീഹയുടെ തിരുനാളിന്റെ ദിവസം രക്തം വിയർത്തിരുന്നു. അതുകൊണ്ട് അത്ഭുത കുരിശിന്റെ തിരുനാൾ എന്ന് പറഞ്ഞ് നമ്മുടെ ആരാധനക്രമത്തിൽ ഉണ്ടായിരുന്നു. ഇവിടുന്ന് യൂറോപ്യൻ മിഷണറിമാരുടെ നാട്ടിലേക്ക് അയച്ച എഴുത്തുകളിൽ ഈ അത്ഭുത കുരിശിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുള്ളതാണ്. മാർത്തോമാ കുരിശ് നമ്മുടെ സഭയുടെ ചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത് ഈ മാർത്തോമാ കുരിശാണ്. അതുകൊണ്ടാണ് കുർബാന കുപ്പായത്തിന്റെ പുറകിലും അതുപോലെ ഈ മാർത്തോമാ കുരിശ് എന്ന് പറഞ്ഞ വെള്ളത്തിന് മുറി വെച്ചിരിക്കുന്നത്. കുർബാന കുപ്പായത്തിലെല്ലാം നമ്മുടെ സഭയുടെ പൈതൃകമായിട്ട് ഈ മാർത്തോമാ കുരിശ് വെച്ചിരിക്കുകയാണ്. തോമാശ്ലീഹയെ സംസ്കരിച്ചത് സാമ്പോ കത്തീഡ്രല് എന്ന് പറഞ്ഞാല് മരീന ബീച്ചില് കടൽക്കാവ് തീർത്ഥാണ്. അവിടെയാണ് സാന്തോ ബസിലിക്ക ഉള്ളത്. അതിന്റെ ദേവാലയത്തിന്റെ ഉള്ളിലാണ് കബറിടം. അവിടെയാണ് വൈദികനായ പിറ്റേ വർഷത്തിൽ അവിടെ ഞങ്ങൾ 4-5 വൈദ്യുതി പോയപ്പോൾ അവിടെ ബലിയർപ്പിക്കുകയുണ്ടായി. അത് ദേവാലയത്തിനുള്ളിൽ നിന്നും താഴെ ഒരു സ്ഥലമായിട്ട് കിടക്കുക. അത് സ്റ്റെപ്പ് ഇറങ്ങിച്ചെന്ന് അവിടെ ബലിയർപ്പിക്കണമായിരുന്നു. ഇപ്പോൾ അതിന്റെ മുകളിലാണ് അത്താഴം സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ പാരമ്പര്യം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ മുകളിൽ അത്താഴം സ്ഥാപിക്കുക എന്നുള്ള പഴയ പാരമ്പര്യം അനുസരിച്ചാണ് അങ്ങനെ അവിടെ ക്രമീകരിച്ചിരിക്കുന്ന ദേവാലയം നവീകരിച്ചു. അവിടെ പഴയ വസ്തുക്കളൊക്കെ പ്രദർശനമുള്ളതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ അതുപോലെ അതിൻ്റെ ഭംഗിയായിട്ട് ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ട്. ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ അവിടെയെല്ലാം സന്ദർശിക്കുകയുണ്ടായി. അത് പ്രമാണിച്ചാണ് ദേവാലയവും അതുപോലെ സെന്റ് തോമസ് മൗണ്ടും ഒക്കെ പുനരുദ്ധരിച്ചത്. സെന്റ് തോമസ് മൗണ്ടിൽ തോമാശ്ലീഹ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയുക. അവിടെ 14 സ്ഥലങ്ങളിൽ കുരിശിന്റെ വഴി നടത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് ആളുകൾ വിശ്വാസികളുടെ സമൂഹം പോകാറുണ്ട്. വിശുദ്ധ സ്ഥലങ്ങൾ കേരളത്തിൽ നിന്നും വിശ്വാസികൾ സുദീർഘമായ യാത്ര ചെയ്ത് ഈ പുണ്യസ്ഥലങ്ങള് കാണുകയും സന്ദർശിക്കുകയും അവിടുത്തെ മണ്ണ് അവരുടേതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണ് വിശുദ്ധ വസ്തുവായി കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും അത് കന്നാൻപടത്തിന് പകരം ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരുന്നു. തോമാശ്ലീഹയുടെ ഭൗതിക ശരീരത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പിന്നെ അവിടുന്ന് ദേശായിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നും റോമിലെ ഒർത്തോണയിലേക്ക് കൊണ്ടുപോയി. അതിലെ കുറെ ഭാഗങ്ങളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സഭയുടെ ചരിത്രത്തില് അധികം വിവരങ്ങളും ഇതിനുള്ള കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുടെ രേഖകളുണ്ട്. ഇവിടെ കവടത്തിൽ വന്ന് സന്ദർശനം നടത്തിയതായിട്ട് പല രേഖകളിൽ കാണുന്നുണ്ട്. ഭാസ്കരത്തിൽ എഴുതിയ സഭാചരിത്രത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. മറ്റ് രേഖകളിലുമുണ്ട്. ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ സെന്റ് തോമസ് അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. അതുപോലെ ക്രായിത്വമായും വിശ്വാസികളുടെ സമൂഹവും ഒരു പ്രധാനപ്പെട്ട AD 345 എഡേസായിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന് കുടിയേറി. അവിടെ അനുയായികളാണ്
കൂടെ മെത്രാന്മാരുണ്ടായിരുന്നില്ല, മലയാളികളെ മെത്രാന്മാരാർക്കും ഉണ്ടായിരുന്നില്ല. സന്യാസികളായിട്ടുള്ള മെസൊപ്പൊട്ടേമിയ അല്ലെങ്കിൽ സെലൂസിയ, പ്രത്യേക ഇറാഖാണ് ആ സ്ഥലം. അവിടെ നിന്നാണ്, അത് അബ്രാഹത്തിന്റെ നാടാണ്, അവിടെ നിന്നാണ് മെത്രാന്മാർ വന്നിരുന്നത്. പോണ്ടിച്ചേരി വന്നപ്പോൾ 3 സുറിയാനി മെത്രാന്മാരുണ്ടായിരുന്നു. ഈശോ സംസാരിച്ചിരുന്ന ഭാഷയാണ് സുറിയാനി. അതുകൊണ്ട് സുറിയാനി, ഇന്നത്തെ അറമായ ഭാഷ സുറിയാനി ഭാഷയായിട്ട് വളരെ ബന്ധമുള്ളതാണ്, ഒരേ ലിപിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഈശോ സംസാരിച്ച ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുക, അതുകൊണ്ട് വേറൊരു ഭാഷയിലും സ്വീകരിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ കുർബാനക്രമത്തിൽ ഏതാനും പ്രാർത്ഥനയൊക്കെ പലയിടത്തും സുറിയാനിയിൽ നടത്താറുള്ള പഴയ പാരമ്പര്യം അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഉദയംപേരൂസ് നടന്നു. അത് അനധികൃതമായി ഇവിടെ നടന്നതാണ്. പിന്നെ വിദേശ മെത്രാന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പൂനക്കുരിശ് സത്യത്തിന്റെ പണ്ഡിതപരമായിട്ട് കത്തോലിക്ക വിശ്വാസം നിലനിന്നവര് പഴയ കുറ്റുകാര്, അതിൽ നിന്നും വിട്ടുപോയ ഒരു പുത്തൻ കുറ്റുകാര്. ആ പുത്തൻ കുറ്റുകാർ പലതായിട്ട് തിരിഞ്ഞതാണ്. യാക്കോബായ, പിന്നെ മാർത്തോമ, ഓർത്തഡോക്സ്, CSI ഇവിടുന്ന് പോയവര്, ഇതെല്ലാം കൊടുത്തത്. അവരെല്ലാവരും പുത്തൻകുട്ടി വിഭാഗത്തിൽ നിന്നും പിരിഞ്ഞുപോയവരാണ്. പഴയ കുട്ടികരാണ് ഇന്നത്തെ സുറിയാനി കത്തോലിക്കരായിട്ടുള്ള സർവ്വപരമാർക്കാരായ നമ്മൾ. ഇന്ന് ജൂലൈ 3-ാം തീയതിയാണ്. എറണാകുളത്ത് ലിറ്റർജിക്കൽ കുർബാനക്രമവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പരിഹൃതമാകാനായിട്ട് എല്ലാ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഒരു വിശുദ്ധ ബലി നമ്മളിവിടെ കുർബാന ചെയ്യുന്നതുപോലെ നടത്തണമെന്നാണ് സിനഡ് ആവശ്യപ്പെട്ടത്. വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് അങ്ങനെ സാവകാശത്തില് ഏകീകൃത കുർബാനയിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ സഭയില് ഒരു ഇന്റർനാഷണൽ സഭയായിരിക്കാണ് വിശ്വാസിക സഭ ലോകമെങ്ങുമുണ്ട്. എവിടെയായിരുന്നാലും തോമാശ്ലീഹയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാനും തോമാശ്ലീഹ പകർന്നു തന്ന വിശ്വാസം സാക്ഷിയുടെ കാര്യങ്ങൾ കടപ്പെട്ടവരാണ്. നമ്മൾ തോമാശ്ലീഹയുടെ മക്കളാണ്. തോമാശ്ലീഹയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. തോമാശ്ലീഹയുടെ ആത്മീയമായിട്ടുള്ള ചൈതന്യം, വിശ്വാസ ചൈതന്യം ജീവിക്കാനും മരണം വരെയും വിശ്വാസം നിൽക്കാനും വേണ്ട കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. തോമാശ്ലീഹയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.